നമസ്കാരം. ഞാൻ ഡോക്ടർ സുജിത് ജോസ്, കൺസൾട്ടൻ്റ് ഓർത്തോപെഡിക് സർജൻ ആൻഡ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓർത്തോപെഡിക് സർജറിയിലെ കോലഞ്ചേരി MOSC മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്നു. മുട്ടുവേദന അല്ലെങ്കിൽ നടുവേദന ഇല്ലാത്ത ആൾക്കാരില്ല എന്ന് പറയും. പ്രായം കൂടുന്തോറും മുട്ടിൻ്റെ പ്രശ്നങ്ങൾ, കാൽമുട്ടിൻ്റെ, ഇടുപ്പിൻ്റെ, കണ്ണങ്കാലിൻ്റെ, സന്ധികളുടെ വേദനകൾ കൂടിക്കൊണ്ടിരിക്കും ഓരോരുത്തർക്കും. അത് നമ്മുടെ പ്രായവും അല്ല നമ്മുടെ ഏജിങ്ങുമായിട്ട് ബന്ധമുള്ളതാണ്. നമ്മുടെ മുടി നരയ്ക്കുന്ന മാതിരത്തെ മാറ്റങ്ങൾ സന്ധികളിലും സംഭവിക്കും. സോ ചെറുപ്പക്കാരിൽ മുട്ടുവേദന വരുന്നത് യൂഷ്വലി പരിക്കുകൾ സംഭവിക്കുമ്പോൾ, മുട്ടിനകത്ത് നമ്മൾ കേട്ടിട്ടുണ്ടാകും ലിഗമെൻറ്റ്, മെനിസ്കസ്, അങ്ങനത്തെ കുഷ്യൻസിൻ്റെ പരിക്കുകൾ, അല്ലെങ്കിൽ എല്ലുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന വള്ളികളുടെ പരിക്കുകൾ, അതെല്ലാം മുട്ടിന് വേദനകൾ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇൻസ്റ്റെബിലിറ്റീസ് ഉണ്ടാക്കാം. വേദന വരുന്ന യൂഷ്വലി തേയ്മാനങ്ങൾ തുടങ്ങുമ്പോഴാണ്. ചെറുപ്പക്കാരിലും വരാം. ഇപ്പോൾ ലിഗമെൻറ്റ് പൊട്ടിപ്പോയി നമ്മളതിനെ ശരിയാക്കിയില്ല എന്നുണ്ടെങ്കിൽ എല്ലുകൾ തമ്മിൽ തെന്നി അതിൻ്റെ കോട്ടിങ്, കാർട്ടിലേജ് കേടുവരും. കാർട്ടിലേജ് കേട് വന്നാലാണ് വേദനകൾ തുടങ്ങുന്നത്. ലിഗമെൻറ്റ് പൊട്ടിക്കഴിഞ്ഞാൽ ഉടനെ വേദന ഉണ്ടാവില്ലായിരിക്കും. പക്ഷേ തേയ്മാനം തുടങ്ങിയാൽ പിന്നെ അത് റിവേഴ്സിബിൾ അല്ല. അപ്പോൾ ചെറിയ കാർട്ടിലേജ് ലോസ് ഒക്കെ ആണെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യാൻ വഴികളുണ്ട്. ഒരു സ്ഥലത്തു നിന്നുള്ള കാർട്ടിലേജിനെ എടുത്തിട്ട്, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത സ്ഥലത്തുള്ള കാർട്ടിലേജ് എടുത്തിട്ട് ആവശ്യമുള്ള സ്ഥലത്ത് മുട്ടിനകത്തേക്ക് വെക്കാൻ വഴികളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ കാർട്ടിലേജിനെ വളർത്താനുള്ള വഴികൾ, ഓട്ടോലോഗസ് കോൺട്രോസൈറ്റ് ഇംപ്ലാന്റേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഓട്സ് എന്ന് പറഞ്ഞിട്ട് ട്രാൻസ്പ്ലാന്റ്സ് ഉണ്ട്. ഇങ്ങനെ പല വഴികളുണ്ട്. അല്ലെങ്കിൽ ബോൺ മാരോ ആസ്പിറേറ്റ് കോൺസെൻട്രേറ്റ് ഇഞ്ചെക്ഷൻസ്, ACP, PRP, പല വഴികളുണ്ട് കാർട്ടിലേജിനെ ഒരു പരിധിവരെയൊക്കെ കറക്റ്റ് ചെയ്യാനായിട്ട്, പ്രത്യേകിച്ച് ചെറുപ്പക്കാരിൽ 45 വയസ്സിന് താഴെയുള്ളവർക്ക്. 45 കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 50 വയസ്സ് കഴിഞ്ഞ് 55 വയസ്സ് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ തേയ്മാനം ഒരു പരിധി വിട്ട് കൂടിയാൽ, പല സ്റ്റേജസ് ഉണ്ട് ആർത്രൈറ്റിസിന്. സ്റ്റേജ് 1 എന്ന് വെച്ചാൽ ചെറിയ വേദനകളുള്ള സമയം. സ്റ്റേജ് 2 എന്ന് പറയുമ്പോൾ നീർക്കെട്ടുകൾ വന്നു, കേടുകൾ കൂടാൻ തുടങ്ങി. സ്റ്റേജ് 3 എന്ന് പറഞ്ഞാൽ പിന്നെ മരുന്നുകളേക്കില്ല എന്ന് പറഞ്ഞ കണ്ടീഷനാണ്. അവിടെ എല്ലുകൾ തമ്മിൽ ഒരയാൻ തുടങ്ങി എന്നുള്ളതാണ്. എക്സ്റേ എടുത്ത് നിന്നിട്ടുള്ളൊരു എക്സ്റേ എടുത്ത് നോക്കിയാൽ അറിയാം കാൽമുട്ടിൻ്റെ സന്ധിക്ക് എന്തോരം പരിക്കുണ്ട് എന്നുള്ളത്. സ്റ്റാൻഡിങ് എക്സ്റേ. അപ്പോൾ നമുക്ക് ഗ്രാവിറ്റി കൊണ്ട് തന്നെ എല്ലുകൾ തമ്മിൽ മുട്ടാൻ തുടങ്ങും. ഇടയിൽ ആ കുഷ്യനോ കാർട്ടിലേജോ ഇല്ല എന്നുണ്ടെങ്കിൽ. കാർട്ടിലേജ് പോയാൽ പിന്നെ എന്ത് ചെയ്യും? പിന്നെ ജീവിതകാലം മുഴുവനും വേദന ഉണ്ടാവും, അല്ലെങ്കിൽ നടക്കാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു. പണ്ട് ഒരു കാലത്ത് അങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് ആ സന്ധിയുടെ കേടുവന്ന ഭാഗങ്ങളെ കറക്റ്റ് ചെയ്ത് അതിൻ്റെ മുകളിൽ ഒരു ആവരണം വെച്ച് പിടിപ്പിച്ചാൽ നമുക്ക് വേദനയില്ലാതെ നടക്കാനുള്ള വഴികളുണ്ട്. അതാണ് സന്ധി മാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയ. നമുക്ക് ആദ്യം മുട്ടിൻ്റെ തേയ്മാനത്തിൻ്റെ സ്റ്റേജസ് ഒന്ന് നോക്കാം. ഇത് 4 സ്റ്റേജസ് ഓഫ് ആർത്രൈറ്റിസ് ആണെന്ന് വെച്ചോ. ഇത് നോർമൽ മുട്ട്. ഈ കാൽമുട്ടിൻ്റെ കോട്ടിങ്, കാർട്ടിലേജ് കോട്ടിങ് നമുക്ക് കാണും. നീല നിറത്തിലാണ് കാർട്ടിലേജ് എന്ന് പറയുന്നത്. അത് കോട്ടിങ് ഓഫ് ദ ജോയിൻ്റ് ആണ്. ആ കോട്ടിങ് കേട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ സന്ധിക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കും. കാർട്ടിലേജ് ചെറിയ തേയ്മാനങ്ങൾ വരുന്നതാണ് സ്റ്റേജ് 1 ആൻഡ് സ്റ്റേജ് 2 ചെറിയ ചെറിയ പൊട്ടലുകൾ വന്നു എന്നുള്ളതാണ് സ്റ്റേജ്. ഇതിനൊക്കെ മരുന്ന് കൊണ്ടും എക്സസൈസ് കൊണ്ടും ആ കാർട്ടിലേജിനെ ഒന്ന് പുനരുജ്ജീവിപ്പിക്കുന്ന വഴികൾ കൊണ്ടും, അതായത് മരുന്നുകളുണ്ട്, അല്ലെങ്കിൽ ഇഞ്ചെക്ഷൻസ് ഉണ്ട്, ലൂബ്രിക്കൻസ് ഉണ്ട്, ഇതെല്ലാം കൊണ്ട് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. ഇത് സ്റ്റേജ് 3 ആൻഡ് സ്റ്റേജ് 4 ആണ്. സ്റ്റേജ് 3 കാർട്ടിലേജ് തീരെ മോശമായി പോയി, അല്ലെങ്കിൽ സ്റ്റേജ് 4 വരുമ്പോൾ വലിയ ഓസ്റ്റിയോഫൈറ്റ്സ് വന്നു, എല്ലുകൾ തമ്മിൽ സ്ലിപ്പ് ചെയ്യാൻ തുടങ്ങി, കാലിൽ വലിയ വളവുകൾ സംഭവിച്ചിട്ടുണ്ടാവും സ്റ്റേജ് 4 ആകുമ്പോഴത്തേക്കും. സ്റ്റേജ് 3 തൊട്ട് നമുക്ക് ഓപ്പറേഷനെ പറ്റി നമ്മൾ ചിന്തിക്കണമെന്ന് ഞാൻ പറഞ്ഞു. സർജറി എന്ന് പറയുന്നത് എന്താണെന്ന് പറയാം. മുട്ട് മാറ്റി വയ്ക്കൽ എന്ന് പറയുമ്പോൾ മുട്ടിൻ്റെ സന്ധിനെ മൊത്തത്തിൽ മാറ്റി, മുട്ട് മാറ്റി വേറൊരു മുട്ട് വയ്ക്കുകയാണ്. നമ്മൾ വൃക്ക മാറ്റി വയ്ക്കൽ എന്ന് പറയുമ്പോൾ വൃക്ക വേറൊരാളുടെ അടുത്ത് വയ്ക്കുകയാണ് എന്ന് പറഞ്ഞ പോലെ അങ്ങനെയല്ല. നമ്മൾ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. ഈ എല്ലിൻ്റെ കേടുവന്ന കോട്ടിങ് ഞങ്ങൾ പറഞ്ഞു, ആ കോട്ടിങ്ങിനെ നമ്മൾ കളഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഒരു കോട്ടിങ് ഓഫ് മെറ്റൽ ഓർ കൊബാൾ ക്രോം അലോയ്സ്, ടൈറ്റാനിയം, അങ്ങനത്തെ മെറ്റൽസ് നമ്മൾ യൂസ് ചെയ്യുക ഫോർ കോട്ടിങ് ദ ബോൺ. അപ്പോൾ എല്ലിൻ്റെ മുകളിൽ നമ്മൾ ചെയ്യുന്നത്, പേഷ്യൻറ്റിന് ഇത്രയുള്ള ഒരു വര മാത്രമേ ഉണ്ടാവുള്ളൂ മുട്ടിൻ്റെ മുകളിൽ. ഒരു 2 മണിക്കൂർ എടുക്കുന്ന പ്രൊസീജിയർ. അപ്പോൾ നമ്മൾ ഈ ചിരട്ട മുകളിലുണ്ടാവും, അതിനെ നമ്മൾ സൈഡിലേക്ക് റിട്രാക്ട് ചെയ്തിട്ട് ഈ എല്ലിൻ്റെ മുകളിലുള്ള കേടുവന്ന ഭാഗങ്ങളെല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് ഒരു ടൈറ്റാനിയം കപ്പ് ഫിക്സ് ചെയ്യും. ഇത് നമ്മൾ എടുക്കാവുന്നതാണിത്. യെസ്, ഇതുപോലെ ഇരിക്കും. സോ ഈ ടൈറ്റാനിയം കപ്പിന് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഫിക്സ് ചെയ്യാം. അതേപോലെ ടിബിയ, താഴത്തെ എല്ലിൻ്റെ മുകളിൽ ഒരു ടൈറ്റാനിയം ട്രേ ഇതിൻ്റെ മുകളിൽ അതിൻ്റെ ഫിക്സ് ചെയ്യാം. അതിൻ്റെ മുകളിലൊരു ഒരു പോളിയെത്തിലീൻ സ്പേസർ. അപ്പോൾ എല്ലുകൾ തമ്മിൽ കോണ്ടാക്ട് ചെയ്യാതിരിക്കാനായിട്ട് ഈ ഇംപ്ലാന്റ് ഇതിൻ്റെ മുകളിലുണ്ടാവും. ഇത് വളരെ ഫ്രീ ആയിട്ട് മൂവ്മെൻറ്റ് കാലിന് എത്ര വേണമെങ്കിലും കൊടുക്കും. സോ ഇത് പ്രോപ്പർലി നല്ല രീതിയിൽ അതിൻ്റെ ലിഗമെൻറ്റ് ബാലൻസിങ്, ഇത് വെറുതെ വെക്കുക എന്നുള്ളതല്ല, അതിൻ്റെ ബാലൻസ് ഓഫ് ദി ലിഗമെൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ്. അത് ചെയ്യുന്നതിൻ്റെ ക്വാളിറ്റി, ആ സർജൻ്റെ ക്വാളിറ്റി അതാണ്. എത്ര നന്നായിട്ട് ഈ ലിഗമെൻറ്റ്സിനെ എക്സ്റ്റൻഷനിലും ഫ്ലെക്ഷനിലും 2 രീതിയിലും ഇതിൻ്റെ ടെൻഷൻ ഒന്നായിരിക്കണം. നല്ല കറക്റ്റ് ടെൻഷൻ ആണെങ്കിൽ ഈ സന്ധിക്ക് മാക്സിമം മടങ്ങാനുള്ള കഴിവുണ്ടാവും. ഇനി ഇത് ചെയ്യുന്നതിൽ കുറച്ച് ക്വാളിറ്റി ഉള്ള കാര്യങ്ങളുണ്ട്. ഒന്ന്,
ഇംപ്ലാൻസ്, പലതരം ഇംപ്ലാൻസ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഇമ്പോർട്ടഡ് ഇംപ്ലാൻസ് ഉണ്ട്, ഇന്ത്യൻ ഇംപ്ലാൻസ് ഉണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ നല്ല ഇംപ്ലാൻസ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ കാലകാലങ്ങളായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് വെളിയിൽ നിന്ന് വരുന്ന ഇംപ്ലാൻസ് ഉണ്ട്. അതിനാണ് കൂടുതൽ ക്വാളിറ്റി ഉള്ളത്. ഈ പോളിയെത്തിലീൻ, അതായത് ഈ പ്ലാസ്റ്റിക് പോലത്തെ മെറ്റീരിയലുണ്ട്, അതിൻ്റെ ക്വാളിറ്റി ഏറ്റവും നല്ലതാണെങ്കിൽ ഇറ്റ് വിൽ ലാസ്റ്റ് ഫോർ മേ ബി 15, 20, 25, 30 ഇയേഴ്സ് വരെയൊക്കെ ലാസ്റ്റ് ചെയ്യാവുന്ന ഇംപ്ലാൻസ് ഉണ്ട്. അത് കഴിഞ്ഞാലും നിലനിൽക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് നമ്മളൊരു 55-60 വയസ്സാണ് ഇതിൻ്റെ ഐഡിയൽ ഏജ് ഫോർ സർജറി. ഒരു നല്ല ഡാമേജ് ആയി മുട്ടുന്നുണ്ടെങ്കിൽ ഒരു 60 വയസ്സിൽ ചെയ്താൽ ഒരു 80-85 വയസ്സ് ഒരു സുഖമായിട്ട് അത് കൊണ്ടെത്തിച്ചോളും. അത് കഴിഞ്ഞാൽ നമ്മുടെ ഡിമാൻഡ്സ് കുറവ്, അത് കഴിഞ്ഞിട്ട് നിലനിന്നോളും. പിന്നെ അതിന് കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കില്ല, റിവിഷൻ വേണ്ടി വരില്ല. ചെറുപ്പക്കാരിൽ നമുക്ക് ചിലപ്പോൾ സന്ധി മാറ്റിവെക്കൽ ചെയ്യേണ്ടി വരാറുണ്ട്. ലൈക്ക് മുട്ടിനോ ഇടുപ്പിനോ ഡാമേജ് വന്നവർക്ക് അതിനെ മാറ്റി പുതിയൊരു സാധനം വെച്ച് കൊടുക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റും. ലൈക്ക് ഒരു നല്ലോണം നടന്നാലും ഓടിയാലൊന്നും വേദന എടുക്കില്ല അത്. പിന്നെ റണ്ണിങ്, ജമ്പിങ് സ്പോർട്സ് വേണ്ടാന്ന് പറയും. പക്ഷേ സൈക്ലിങ്, സ്വിമ്മിങ്, എല്ലാ കാര്യങ്ങളും നമുക്ക് നോർമൽ ഒരാൾ ചെയ്യുന്ന 60 വയസ്സിൽ ചെയ്യുന്ന ഒരാൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഇങ്ങനത്തെ ഇംപ്ലാന്റ് ചെയ്താലും നമുക്ക് ചെയ്യാൻ പറ്റും. നല്ല ഇംപ്ലാന്റ് വെച്ചാൽ മോർ ദാൻ 25-30 ഇയേഴ്സ് സുഖമായിട്ട് സ്റ്റെപ്പ് കയറാം, അത്യാവശ്യം തറയിലിരിക്കാം. പിന്നെ ചെയ്യുന്നതിൽ ചെറിയ ചെറിയ ക്വാളിറ്റിയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന്, ഇതിനകത്തുള്ള ലിഗമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ലിഗമെൻറ്റ്സിനെ കളയാതെ, പ്രത്യേകിച്ച് പോസ്റ്റീരിയർ ക്രൂഷ്യൽ ലിഗമെൻറ്റിന് അതിനെ പരിക്ക് വരുത്താതെ ചെയ്യുന്ന റീപ്ലേസ്മെൻറ്റ്, അതിന് ക്രൂഷിയേറ്റ് റീറ്റെയിനിങ് നീ എന്ന് പറയും. അപ്പോൾ ഞാൻ ക്രൂഷിയേറ്റ് റീറ്റെയിനിങ് ആണ് കഴിയുന്നതും ചെയ്യാൻ ശ്രമിക്കാറ്. ആ ലിഗമെൻറ്റ് പൊട്ടിക്കിടക്കുക അല്ല എന്നുണ്ടെങ്കിൽ. അതിന് കുറേ ഗുണങ്ങളുണ്ട്. ഒന്ന്, നല്ല ഫ്ലെക്ഷൻ കിട്ടും കാലിന്, കുറേ നോർമൽസി ഉണ്ടാവും. ആ ലിഗമെൻറ്റിന് പ്രോപ്രിയോസെപ്റ്റീവ് സെൻസേഷൻ ഉണ്ട്. അതായത് ജോയിൻറ്റ് പൊസിഷൻ അറിയാനും നടക്കാനുള്ള സുഖം, ഓടാനുള്ള സുഖം കൂടുതലായിരിക്കും ആ ലിഗമെൻറ്റ് റീറ്റെയിൻ ചെയ്താൽ. സോ ഐ ട്രൈ ടു. ഇപ്പോൾ ഇൻ്റർനാഷണലി പോയി കഴിഞ്ഞാൽ UK, US പോയാൽ എല്ലാം CR നീസാണ്, ക്രൂഷ്യൽ റീറ്റെയിൻ നീസാണ് കൂടുതൽ ചെയ്യുക. PS നീസ്, അതായത് പോസ്റ്റ് വെച്ചിട്ട് ചെയ്യുന്ന നീസിന് കുറച്ചും കൂടെ കൺസ്ട്രെയിൻഡ് ആണ്. അപ്പോൾ അതിൻ്റെ പോളിയെത്തിലീൻ്റെ തേയ്മാന റേറ്റ് കുറച്ചും കൂടെ കൂടുതലായിരിക്കും. അതിൻ്റെ ലൈഫ് കുറച്ചും കൂടെ കുറവാണ് PS-ന്. CR ലാസ്റ്റ് മോർ, കൂടുതലാണ്. 2, ചിരട്ടയുടെ അടിഭാഗം, ആ മുട്ടിൻ്റെ ചിരട്ടയുണ്ട് ഇതിന് മുകളിൽ വരുന്നത്, അതിൻ്റെ അടിഭാഗത്തുള്ള സർഫസിനെയും കൂടെ റീപ്ലേസ് ചെയ്താൽ കാല് കുറേ കൂടെ സ്മൂത്തായിട്ട് മൂവ് ചെയ്യും. അപ്പോൾ കുറച്ചും കൂടെ ടൈം എടുക്കുന്നത് പല ഡോക്ടർമാർക്കും ചെയ്യാൻ മടിയാണ്, അങ്ങനെ ഒരു ശീലമില്ല, അത് വേണ്ട എന്നുള്ളതാണ് ഇന്ത്യയിലെ പഴയ കൺസെപ്റ്റ്. സോ ഐ ട്രൈ ടു റീപ്ലേസ് ദ പെറ്റ്ല ഇൻ ഓൾ മൈ കേസ് ഇഫ് പോസിബിൾ. പെറ്റ്ലയിൽ റീപ്ലേസ്മെൻറ്റ് കൂടെ ചെയ്താൽ വളരെ സ്മൂത്തായിട്ടുള്ള മൂവ്മെൻറ്റും നടക്കലും സ്റ്റെപ്പ് കയറലും എല്ലാ കാര്യങ്ങളും ഒരു 2ാമത്തെ ദിവസം തന്നെ എണീച്ച് നിൽക്കാം. ഇപ്പോൾ സർജറി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടിന് താഴോട്ട് മരവിപ്പിച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ റിസ്ക്കുകൾ വളരെ കുറവാണ്. നമുക്ക് അനസീഷ്യയുടേതായ പ്രശ്നങ്ങൾ അങ്ങനെ കുഴപ്പങ്ങളില്ല. അതിന് കുറച്ച് പ്രീ അനസ്തറ്റിക് ചെക്കപ്പൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഒരു 2 hours പ്രൊസീജിയർ, ഒരു നൈറ്റ് ICUലായിരിക്കും. സെക്കൻഡ് ഡേ തൊട്ട് പതുക്കെ നമുക്ക് എണീച്ച് നിൽക്കാം. ഒരു വാക്കറിൻ്റെ സഹായത്തോടെ 4-5 സ്റ്റെപ്പ് നടക്കാൻ 2ാമത്തെ ദിവസം തന്നെ 3ാമത്തെ ദിവസം തന്നെ നല്ല സാധാരണ പോലെ നടക്കാൻ തുടങ്ങും. ഒരു 5 ദിവസം കഴിയുമ്പോൾ വാക്കറില്ലാതെ നടക്കാറാവും. ചിലർ 3 ദിവസം കൊണ്ട് തന്നെ നടക്കാം, സ്റ്റെപ്പ് കയറാമെന്ന് പറയുന്ന രോഗികളുണ്ട്. അവരുടെയൊക്കെ മസിൽ പവർ അനുസരിച്ചാണ്. പിന്നെ മുറിവ് ഉണങ്ങാനുള്ളൊരു സമയം, ഒരു കട്ടുകഴപ്പും ബുദ്ധിമുട്ടൊക്കെ കുറച്ച് നാളത്തേക്ക് ഉണ്ടാവും. ഒരു 3-4 ആഴ്ച കൊണ്ട് തന്നെ കാര്യമായിട്ട് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. ഒരു 5 days ഉള്ളൂ വേദന എന്ന് പറയുന്നത് തന്നെ. 5 ദിവസം കഴിഞ്ഞാൽ പിന്നെ കാര്യമായിട്ട് വേദനയൊന്നും ഉണ്ടാവില്ല, ഒരു കഴപ്പും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുള്ളൂ. ഒരു മാസം കൊണ്ട് നമുക്ക് അത്യാവശ്യം സ്റ്റെപ്പ് കയറലും നമ്മുടെ കാര്യങ്ങളും വണ്ടി ഓടിക്കലും, 1 മാസം കഴിഞ്ഞ് വണ്ടി ഓടിച്ച് റിവ്യൂവിന് വരുന്ന പേഷ്യൻസ് ഉണ്ട്. നടക്കാം, സ്റ്റെപ്പ് കയറാം, പിന്നെ ജീവിതം ഓൾമോസ്റ്റ് നോർമലായിട്ട് ഇതിനെ കൊണ്ട് നടക്കാം. പണ്ടൊരു കാലത്ത് മുട്ട് തേയ്മാനമാണ്, നമുക്കിനി നടക്കാൻ പറ്റില്ല, ജീവിതം ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നവർക്കൊരു പുനർജന്മം പലർക്കും വന്നുവെന്ന് പറയാറുണ്ട് ആഫ്റ്റർ സർജറി. ആൻഡ് ക്വാളിറ്റി ഓഫ് ലൈഫ് ഒത്തിരി വ്യത്യാസം ഉണ്ടാവാം. നടക്കാം, എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാനുള്ള ഒരു അവസരമാണ് ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ നീ റീപ്ലേസ്മെൻറ്റ്, ഹിപ്പ് റീപ്ലേസ്മെൻറ്റ്, അങ്ങനത്തെ സർജറീസ്. താങ്ക് യു.